നല്ല ചക്കപ്പഴം തോന്നുന്നുണ്ടിട്ട്. എടി മോളെ, നീ എന്തൊക്കെ തന്നെ പറഞ്ഞിട്ടും ഒരു കാര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നല്ല. നീ പറഞ്ഞൊക്കെ നടക്കുന്നാ നീ വിചാരിച്ചിരിക്കണേ? അമ്മ, എനിക്ക് ആകെ ഒരു കല്യാണമല്ലേ ഉള്ളു ജീവിതത്തില്. അതിനിപ്പോ ഞാൻ ആഗ്രഹിക്കണ പോലെ ആയില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ്? എടീ, ഞാനും കല്യാണമൊക്കെ കഴിഞ്ഞല്ലേ ഇവിടം വരെ എത്തിയത്. ഈ പറഞ്ഞ ആഗ്രഹങ്ങളൊന്നും എനിക്കൊന്നും എൻ്റെ കല്യാണത്തിന് ഉണ്ടായിരുന്നില്ല. ഒരു സാരി, പുതിയൊരു സാരി എടുക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ. അമ്മ, അന്തകാലം അല്ലേ ഇന്ന കാലം. ജനറേഷനൊക്കെ ഒരുപാട് മാറിയില്ലേ. പിള്ളേർക്കൊക്കെ ആഗ്രഹങ്ങളുണ്ടമ്മ. ആഗ്രഹങ്ങളൊക്കെ ഉണ്ടെങ്കിലേ ആ സിന്ധു കൃഷ്ണയുടെ മക്കളെ പോലെ സ്വന്തം കാലിൽ നിൽക്കാൻ പഠിക്കണം. അതാവുമ്പോ സ്വന്തം കല്യാണമൊക്കെ ഇഷ്ടപ്രകാരം അങ്ങോട്ട് നടത്താല്ല. ഏത് സിന്ധു കൃഷ്ണ? ഓ, അതാ കൃഷ്ണകുമാറിന്റെ ഭാര്യ അഹാന കൃഷ്ണന്റെ. ബാക്കി 3 പിള്ളേരുടെയും അമ്മ. ഓ, യൂട്യൂബർ ആയിരിക്കും അല്ലേ? അതെ, ഞാൻ അവരുടെ എല്ലാ വീഡിയോസും കാണാറുണ്ട്. കുടുംബത്തുള്ളവരെല്ലാവരും ഇടുന്നത് കാണാറുണ്ട്. എനിക്ക് അവരുടെയൊക്കെ വീഡിയോ ഇഷ്ടമാണ്. എടി, ആ പിള്ളേര് ചെറുതിലേ മുതൽ സമ്പാദിക്കണത് നീ കാണുന്നില്ലേ? നിന്നെ കൊണ്ടൊക്കെ എന്തു പറ്റൂടി? എന്ത് പറ്റും? ഇതുപോലെ ഇരുന്ന് അച്ഛനോടും അമ്മനോടൊക്കെ തല്ലുപിടിക്കാൻ പറ്റും. ഒരു വീട്ടിലെ കാര്യങ്ങൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു മാറ്റിയും കാണിക്കണൊക്കെ കണ്ടന്റ് മേക്കിംഗ് ആണല്ലോ. എനിക്കിഷ്ടമല്ല. സൂയക്കും കുശുമ്പിനെ മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ലടി മോളെ. ആ കൃഷ്ണകുമാർ ആ സിന്ധു കൃഷ്ണനെ സ്നേഹിക്കണം. നീ ഒന്ന് കാണണം. ഓ, നമ്മുടെ കണ്ണ് നിറഞ്ഞു. അയാളെ പോലെ ഒരു ഭർത്താവിനെ കിട്ടണമെങ്കിൽ തപസ് ചെയ്യണം. നമ്മുടെ ഇവിടെ ഉണ്ട് ഒരു കോമരൻ. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞാ തെറിയല്ലാണ്ട് ഒന്നും പുള്ളിയുടെ വായെന്ന് വരൂല. പിന്നെയാണെങ്കിൽ ഒരു 10 രൂപ ചോദിച്ചാൽ പിശുക്കൻ തന്നെങ്കിൽ ഒരു 10,000 കഥ പറയണം. എന്റെ പൊന്നോ, എന്റെ ജീവിതമൊക്കെ ഇങ്ങനെ തീരുന്ന തോന്നണം. അതാറ കൊതുകി ഇരുത്തൂല ഒന്ന് നടി നോക്ക്. അമ്മേ, അച്ഛനോടൊന്നും പറഞ്ഞല്ല, സെറ്റാക്കി താ അമ്മേ. എനിക്ക് അച്ഛനോട് പറയാനുള്ള ധൈര്യമില്ല. എടി മോളെ, നീ ഒരു ചക്കച്ചോളയും കൂടി ചോദിച്ചോ, ഞാൻ ദേ ഇപ്പം തരും. പക്ഷെ നീ ചോദിക്കണത് ഒറിജിനൽ ചോളയല്ലേ? അത് ഞാൻ എവിടെ നിന്ന് എടുത്തു തരാനടി? എൻ്റെ കൂട്ടുകാരി മീനുവിൻ്റെ കല്യാണത്തിന് പോയി വന്നപ്പോൾ ഞാൻ അമ്മനോട് പറഞ്ഞല്ലേ എൻ്റെ കല്യാണത്തിന് ഇങ്ങനെയൊക്കെ വേണമെന്ന്. എൻ്റെ ഒരു ആഗ്രഹമാണ് അമ്മ അത്. എടേ, നിന്റെ കൂട്ടുകാരി മീനുവിൻ്റെ അച്ഛൻ ദൃശ്യത്തിലെ ജോർജ് കുട്ടിയുടെ പോലെ ഭാര്യനെയും മക്കളെയും സ്നേഹിക്കുന്ന ഒരുത്തനാണ്. പക്ഷെ നിന്റെ അച്ഛനില്ലേ, അയാള് ചാക്കോമാഷാണ്. അത് നിനക്കറിയാല്ല. എത്ര ചാക്കോമാഷായാലും അച്ഛൻ്റെ ഉള്ളിൽ ഞങ്ങളോടൊരു സ്നേഹം ഉണ്ടാവില്ലേ? അതുമ്മ കയറി പിടിച്ചിട്ട് എങ്ങനെയെങ്കിലും ഇതൊന്നും നടത്തി തരാൻ പറ അമ്മേ. അതും പറഞ്ഞോണ്ടേ അങ്ങോട്ട് ചെന്നാലേ മോഹിനിയാട്ടത്തിലെ പോലെ വെട്ടി വെട്ടി പീസാക്കും അയാൾ തന്നെ. അമ്മ ഒന്ന് തമാശകളാ, സീരിയസ് ആവ്. എന്തിനാണ് മോളെ ജീവിതത്തിൽ സീരിയസ് ആയിട്ട് നിൽക്കണത്? പ്രഷറും ഷുഗറൊക്കെ അടിച്ച് തലയെ കയറാനാ? ഒന്നും വേണ്ട. ഇതുപോലെ തമാശ വെച്ച് നിൽക്കുകയാണെങ്കിൽ ജീവിത അവസാനം വരെ ഒരു കുഴപ്പമില്ലാണ്ടിരിക്കാം. അല്ലെങ്കിൽ വയസ്സാവുമ്പോ കെട്ടാൻ പോലും ഒരു മുടി ഉണ്ടാവൂല. ടെൻഷൻ അടിച്ച് മുഴുവൻ കൊഴിഞ്ഞു. അതുകൊണ്ട് ഇവിടെ എന്തൊക്കെ തന്നെ ആകാശം പൊട്ടി വീണെന്ന് പറഞ്ഞാലും ഞാനതൊരു തമാശക്ക് അങ്ങ് എടുക്കും. എടിയേ, ഒരു പണി, നീ അച്ഛനോട് ഒന്ന് സംസാരിച്ചു നോക്ക്. എനിക്ക് ഉറപ്പൊന്നുമില്ല, ഞാൻ മുൻവശത്ത് ഇരിപ്പുണ്ട്. എടി, ആ ചക്കച്ചോളം ഒന്ന് എടുത്ത് അടുക്കളയിലോട്ടോക്ക്. ഈച്ച വരുന്നു, ഒന്ന് മൂടി വെക്കിട്ടാ. അച്ഛാ, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ അത്? കല്യാണത്തിരക്കൊക്കെ ആയാ? ചേച്ചി, തിരക്കൊന്നും ആയിട്ടില്ല. ഇനി സമയമുണ്ടല്ല, കേറി വാ. ഇത് അവൻ തരാനുണ്ടായിരുന്ന പൈസയാണ്. അയ്യോ, ഇതിപ്പോ എവിടെന്ന്? പൈസയുടെ ആവശ്യങ്ങളൊക്കെ എനിക്കിപ്പ ഉണ്ട്, അത് ശരിയാണ്. പക്ഷെ അവൻ മരിച്ചിട്ട് അധികം നാളായിട്ടില്ലല്ല. പിള്ളേരൊക്കെ ചെറിയ പിള്ളേരല്ലേ. ആ പെണ്ണ് എന്ത് ചെയ്യാനാണ്? ഞാൻ അതുകൊണ്ട് ആ പൈസയുടെ കാര്യം അങ്ങോട്ട് മറന്നിരിക്കുന്നു സത്യം പറഞ്ഞ. അയ്യോ, ഇത്രയും വലിയ പൈസയൊന്നും മറക്കാൻ പാടില്ല.
അതിൻ്റെ ആവശ്യവും ഇല്ല. അവനങ്ങനെ ആൾക്കാരെ കൊണ്ട് പറയിപ്പിച്ച് പോകുന്നൊരുത്തനല്ലായിരുന്നേ. ജീവിച്ചിരുന്നപ്പോഴും അവൻ ഒരഭിമാനിയായിരുന്നു, മരിച്ചപ്പോഴും ആ അഭിമാനം കൈവിട്ടിട്ടില്ല. ഇതിപ്പോ മുഴുവൻ പൈസ ഉണ്ടെന്നോ നല്ല എങ്ങനെ കിട്ടി ഇത്രയും പൈസയൊക്കെ? അവൻ മാസം 400-500 രൂപ അടക്കാവുന്ന ഒരു ടേം ഇൻഷുറൻസ് എടുത്തായിരുന്നു. അവൻ മരിച്ചപ്പോൾ തന്നെ ചടങ്ങുകൾക്കായി 3 ലക്ഷം രൂപ ഉടൻ പാസ്സായായിരുന്നു. ഇപ്പം ഇതാ 2 കോടി രൂപയുടെ ബാക്കി തുകയും പാസ്സായി വന്നിട്ടുണ്ട്. അവൻ്റെ ഭാര്യയും മക്കളും ആരുടെയും മുന്നിൽ കൈ നീട്ടേണ്ടി വരില്ല. ഒരു കടവും ബാക്കി വെച്ചിട്ടില്ല, എല്ലാം തീർത്ത്. ചെറിയ കടങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കൊടുത്ത് തീർക്കാൻ പറ്റി. എന്നെയും ബുദ്ധിമുട്ടിച്ചിട്ടില്ല കേട്ടോ അവൻ്റെ ഭാര്യയും മക്കളും ഇനി ബുദ്ധിമുട്ടാനും പോകുന്നില്ല. പെട്ടെന്ന് നെഞ്ചുവേദന വന്നല്ലേ അവൻ പോയത്? ആ അതെ അതെ, പക്ഷെ അവനെല്ലാം മുൻകൂട്ടി കണ്ടതുപോലെയായിരുന്നു. എൻ്റെ ഒരു അഭിപ്രായത്തിലേ എല്ലാ കുടുംബനാഥന്മാരും ഇതുപോലെ ഒന്ന് എടുത്തു വെക്കണം. മോളുടെ കല്യാണമൊക്കെ നടക്കാൻ പോണേല്ലേ, ഞാൻ പറയുന്നതുകൊണ്ട് ഒന്നും തോന്നരുത്. മരുമകനോടും ഇതൊന്നും എടുത്തു വെക്കാൻ പറയണം. നല്ല ജോലിയുള്ളവർക്കൊക്കെ കിട്ടുന്നതാണെന്നേ. പറ്റുമെങ്കിൽ മോളും ഒരെണ്ണം എടുത്തു വെക്ക്, പ്രവാസികൾക്ക് എടുക്കാട്ടാ. അയ്യോ, നിങ്ങളാരെയും പേടിപ്പിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞല്ല കേട്ടാ. നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ ഹെൽമെറ്റ് വെക്കൂലേ തലയിൽ, അതുപോലൊരു സുരക്ഷിതമാണ് ഇതെടുത്ത് വെച്ചാ. ഇതെങ്ങനെയാ എടുക്കുക നമ്മള്? അത് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇന്ത്യയിലെ ടോപ്പ് കമ്പനികളെയൊക്കെ കമ്പയർ ചെയ്ത് നമുക്കിത് എടുക്കാൻ പറ്റും. ചെറിയ പൈസയുടെ കാര്യമല്ലേ ഉള്ളൂ, ഒരെണ്ണം എടുത്തു വെച്ചേക്ക്. നമ്മളെ ബാധിക്കുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളും മാറി മക്കൾക്കൊക്കെ ഒന്ന് വലുതാവുന്നവരെയും എല്ലാ ഫാമിലിയിലും ശരിക്കും പറഞ്ഞ് ഇത് വേണം. വെറുതെ മറ്റുള്ളവരുടെ മുന്നിൽ കൈനീട്ടി മരിച്ചിട്ടും അഭിമാനം ഇല്ലാത്ത പോലെ ജീവിക്കുന്നത് ശരിയല്ലല്ല. മരിച്ചവരാണെങ്കിലേ അവരുടെ വീട്ടുകാർക്കും ഒരു അഭിമാനമില്ലേ, അത് നഷ്ടപ്പെടുന്നത് ശരിയല്ലല്ല. എന്നാ ഞാൻ പോട്ടേട്ടാ. പാവം. അല്ല, നീ എന്താണ് പറയാൻ വന്നല്ല? എന്താണത്? അതച്ചാ, കല്യാണമൊക്കെ അടുക്കാറായില്ലേ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. ആ, കല്യാണത്തിന്റെ കാര്യമൊക്കെ ഞാൻ ഏകദേശം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നിന്റെ അത്താളനെ കൂടി വിളിക്ക്. ഇല്ലെങ്കിൽ അത് പറഞ്ഞില്ല ഇത് പറഞ്ഞില്ല, ഞാൻ അറിഞ്ഞില്ല നീ അറിഞ്ഞു എന്നൊക്കെ പറഞ്ഞ് വെറുതെ പ്രശ്നം ഉണ്ടാക്കും. എന്നെ തട്ടിപ്പുറപ്പിക്കൂല. വിളിക്ക്. അമ്മ ചക്ക വെട്ടേണ്. ചക്ക വെട്ടല്ലേ, അല്ലാണ്ട് ചക്കിലാട്ടിക്കൊണ്ടിരിക്കുന്നല്ല. കയ്യഴി ഇങ്ങോട്ട് വരാൻ പറ. അമ്മേ, ദേ അച്ഛൻ വിളിക്കണ. നീ എന്താടി പറഞ്ഞു ഒപ്പിച്ചു വെച്ചേക്കണ? മനുഷ്യനെ കൊല്ലു ഇയാള്. ഞാനൊന്നും പറഞ്ഞില്ല, പറയാൻ തുടങ്ങിയുള്ളൂ. കല്യാണ ചെലവിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ എഴുതി വെച്ചേക്കായിരുന്നു. ആ, പന്തല് നമുക്ക് ആ സുധാകരനെ ഏൽപ്പിക്കാം. അവനാവുമ്പോ ഒരു 2500 2800 അവൻ ഒപ്പിച്ചു തരും. ഒരു ഷീറ്റ് അവിടെ നിന്ന് അങ്ങോട്ട് വലിച്ചെത്തിയാൽ മതിയില്ലേ. എന്നാലും ഇവിടം വരെ ഗേറ്റിന്റെ ഇവിടെ മാത്രമല്ല ഷീറ്റ് ഇടാത്തുള്ളൂ. അപ്പൊ പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് ഒരു ഷീറ്റ് വലിച്ചേട്ടാ. അപ്പൊ തന്നെ ഇവിടെ ഈ ബസ് കൂടി ഒരു ഷീറ്റ് വലിച്ചെട്ടാണെങ്കിൽ പെണ്ണിന് ചെക്കനും ഈ ഭാഗത്ത് നിക്കാം. ബാക്കി കസേരകൾ ഇങ്ങനെ നിരത്തി ഇട്ടാലും മതിയല്ല. അയ്യേ അമ്മ, വീട്ടിൽ വെച്ച് കല്യാണം നടത്തണ്ടെന്ന് പറ അമ്മ. എന്താണ് മോൾക്ക് വേറെ വല്ല അഭിപ്രായം ഉണ്ടാ? അതല്ല ഇവള് പറയണതേ, ഒരു ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തി കഴിഞ്ഞാൽ നല്ല സൗകര്യം ഉണ്ടാവുമല്ല. ഇവിടെ ആവുമ്പോ പെരയൊക്കെ ചീത്താവൂലേന്ന് ആൾക്കാരൊക്കെ ചെരുപ്പിട്ട് ചവിട്ടി കയറി ഇറങ്ങിയൊക്കെ. ഓ, വീട് ചീത്താവൂന്ന് പറഞ്ഞ അതോർത്ത് മോള് വിഷമിക്കണ്ട. എന്റെ അനിയത്തി അവളവിടെ ഇരുത്താ ഫ്രണ്ടില്. അതിന്റെ അമ്മായിനെ നിനക്ക് അറിയാല്ല. അവളവിടെ ഇരുന്ന് ചെരുപ്പ് ഊരാണ്ട് കയറണവരെ നല്ല തെറിയും വിളിച്ചോളും. അവക്കാവും പിന്നെ ഇവിടെ ഒന്നും നോക്കാനില്ലല്ലോ, വയനാടുകാരിയല്ലേ. അപ്പൊ പിന്നെ ഇവിടെ ആരും അറിയയില്ല. നല്ല ചീത്ത വിളിച്ചാലും കുഴപ്പമില്ല. അത് മതി, അതൊക്കെ അങ്ങനെ ആക്കാം. പിന്നെ നമുക്ക് കാറ്ററിംഗ് ഏൽപ്പിക്കണ്ട, അത് ഒരു പാഴ്ചെലവാണെന്നേ. ഇപ്പൊ സ്വന്തക്കാരും ബന്ധുക്കാരൊക്കെ തലേ ദിവസം വരുമല്ല. അപ്പൊ എല്ലാരും കൂടി ഈ കുണുകുണൂന്നിരുന്ന് കുശുമ്പും കുന്നായ്മയും പറഞ്ഞ നേരത്ത് എന്തെങ്കിലും അരിയാൻ അങ്ങോട്ട് കൈ കൊടുത്തു കഴിഞ്ഞാൽ ആ പരിപാടി അങ്ങോട്ട് തീർന്നു. ശാരദയുണ്ട്, രജനിയുണ്ട്, സൂസമ്മ വരും, പിന്നെ ഇവിടെ നമ്മുടെ സിന്ധു ബിന്ദു സന്ധ്യ ഗ്യാങ്, സൈബ ആ ഗ്യാങ്, ഇവരൊക്കെ അങ്ങോട്ട് വിളിക്കുക. ബിന്ദു ഒക്കെ നല്ലോണം അരിഞ്ഞങ്ങോട്ട് വിട്ടോളും. അപ്പൊ പിന്നെ ആ പണി അങ്ങോട്ട് തീർന്നു. പിന്നെ അരിഞ്ഞൊക്കെ ഒന്ന് കിട്ടിക്കഴിഞ്ഞാലേ വെളുപ്പിന് ഒരു 2 മണി 3 മണിയാ മിനിറ്റാ പോരെ.
ഞാൻ എന്റെ ഒരു 3-4 സുഹൃത്തുക്കളോട് പറഞ്ഞു വെച്ചിട്ടുണ്ടത്. അപ്പൊ ഇവന്മാർക്കാകുമ്പോ ഒരു 2 പെഗ് കൊടുക്കുകയാണെങ്കിൽ ഇവന്മാരെ എന്ത് കറി ഉണ്ടാക്കണം, യൂട്യൂബിലെല്ലാം ഇല്ലാത്ത ഉള്ളത് ഇപ്പൊ എല്ലാം. അപ്പൊ അത് നോക്കി അവന്മാരങ്ങൾ ഉണ്ടായിക്കോളും. പിന്നെ പരിപാടി പിന്നെ പ്രശ്നമില്ലല്ല. അപ്പൊ അങ്ങനെ തന്നെ ചെയ്യാ. കാറ്ററിംഗ് വേണ്ട, കാറ്ററിംഗ് വേണ്ട. പിന്നാണെങ്കിൽ ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു പാചക വിദ്വാനുണ്ടല്ലോ ശംഭു, അവൻ ഉണ്ടായിക്കോളും എല്ലാം. ഒരു 2 പെഗിന് അവൻ എന്ത് വേണമെങ്കിലും ഉണ്ടാക്കി തരും. അയ്യോ, അയാളെ വിളിക്കണ്ടച്ചാ. അയാളല്ലേ ചേച്ചിയുടെ കല്യാണത്തിന് പായസത്തിന് ഇത്തിരി കളർ ഉണ്ടാവാൻ ബൂസ്റ്റ് ഇടണമെന്നല്ലാന്നും പറഞ്ഞു സാമ്പാർ പൊടി ബൂസ്റ്റിന് വേറിട്ട് കലക്കി കൊളാക്കിയത്. എന്റെ മോളെ, അത് അവനൊരു അബദ്ധം പറ്റിയാണെന്ന്. ഇപ്പൊ അവൻ ഡീസന്റ് ആണെന്നേ. പായസമൊക്കെ ഉണ്ടാക്കാൻ ഒരുപാട് സമയം പിടിക്കൂലേ? നമുക്ക് അത് മാത്രം പുറത്തുനിന്ന് ഏൽപ്പിച്ചാലാ? അതായിരിക്കൂലേ നല്ലത്? എന്തിന്? ഞാനൊരു 4-5 പാക്കറ്റാണ് മേടിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് പായസം മിക്സ്. അത് ഉണ്ടാക്കാൻ ഒരു ഉരുളിയും കൊണ്ടുപോയി കഴിഞ്ഞാൽ അവന്മാരെല്ലാം കൂടി പൊട്ടിച്ച് നാശാക്കിയിട്ട് കലക്കിയാണ് തന്നോളൂ. പിന്നെ സദ്യക്ക് ഇരിക്കുമ്പോ പായസം തീർന്നു എന്നാണ് പറഞ്ഞാൽ പോലെ പരിപാടി തീർന്നില്ലേ? അല്ലെങ്കിൽ എല്ലാവർക്കും ഒരു ഇത്തിരി ചോദിച്ചു കൊടുത്താൽ പിന്നെ ഇല്ലെന്ന് പറഞ്ഞാൽ മതിയല്ല. നിങ്ങൾ എന്താണ് ഈ പറയണത്? അത്രയും കൊണ്ട് 600 പേർക്കൊക്കെ അങ്ങോട്ട് കൊടുക്കാൻ പറ്റുമോ? എടേ, അന്ന് നമ്മൾ ലിസ്റ്റ് ഇട്ട പോലെ 600 പേരൊന്നും മുഴുവനായിട്ട് ഞാൻ വിളിക്കുന്നില്ല. അതിനകത്തൊന്നും ഞാൻ ഒരു കൂട്ടിക്കുഴച്ച് ഒരു വീട്ടിൽ നിന്ന് ഒരാളെന്നുള്ള രീതിയിൽ ഒരു 400 പേരാണ് ഞാൻ കൂട്ടണത്. അത് മതി. അപ്പൊ എന്റെ ഫ്രണ്ട്സിനെ വിളിക്കണ കാര്യോ? ഒരു 5 പേരെ വിളിച്ചോ. നീ പറഞ്ഞാല് ഈ 32 പേരൊന്നും വിളിക്കാൻ പറ്റൂല കേട്ടോ. അത് നടക്കണ കാര്യമില്ല. അച്ഛാ, എന്റെ ക്ലാസ്സിൽ ഇപ്പൊ 32 പേരുണ്ട്. അവരെല്ലാരെയും വിളിക്കാതെ 5 പേരെ മാത്രം വിളിക്കണ എങ്ങനെയാണ്? 32 പേരെ ഒന്നും വിളിക്കാൻ പറ്റൂല മോളെ. എന്ത് കൂട്ടുകാരെ മാത്രം വിളിച്ച് കല്യാണം? ആൾക്കാരെ വിളിക്കണ്ടേ? അത് വേണം. നിനക്ക് ഏറ്റവും അടുത്തറിയാവുന്ന ഒരു 5 പേരെ അതിനകത്ത് സെലക്ട് ചെയ്ത് വിളിച്ചോ. അത് മതി. അപ്പ അയൽവാസികൾ ആരെയും വിളിക്കുന്നില്ല ഏട്ടാ? എടി, ഞാൻ എല്ലാരെയും വിളിക്കുന്നില്ല. ഈ വഴിയിൽ ആ 3 വീടില്ലേ, ആ 3 വീട്ടിൽ മാത്രം, വേറെ ആരെയും വിളിക്കണ്ട. പിന്നെ ഞാനൊരു വീട്ടിൽ ചെന്ന് കയറിയിട്ട് പറയും, നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരാളെ എന്താ ഞങ്ങൾ ഉദ്ദേശിക്കണമെന്ന് ഞങ്ങൾ പറയും. അപ്പൊ അന്തസ്സുള്ളവരാണെങ്കിൽ ആ വീട്ടിൽ നിന്ന് പിന്നെ ഒരാളെ വരൂ. അമ്മ എന്താടി ഇന്ന് ചിണുങ്ങണത്? അല്ല, മോള് പറയണതേ ഈ കാറ്ററിംഗുകാരെയൊക്കെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ അവരെല്ലാ കാര്യവും നടന്ന് ചെയ്തോളും. അപ്പം നമുക്ക് ആൾക്കാരെ വന്നോരെ സ്വീകരിച്ചിരുത്തിയാൽ മതിയല്ല. ഇതിപ്പോൾ ഭക്ഷണം ഉണ്ടാക്കാൻ പോയാൽ ആൾക്കാർ വരുമ്പോഴൊക്കെ സ്വീകരിക്കാനൊക്കെ ആരെങ്കിലും ഉണ്ടാവണ്ടേ? അതൊന്നും വേണ്ടേ. നീ പണിയെടുക്കുമ്പോ ഞാൻ ആൾക്കാരെയൊക്കെ സ്വീകരിച്ചിരുത്തും. പിന്നെ ഞാൻ പണിയെടുക്കുമ്പോ നീ ആൾക്കാരെയൊക്കെ സ്വീകരിച്ചിരുത്തിയാൽ മതി. അത് മതി. എന്നാ പിന്നെ അത് മതി മോളെ. പിന്നെ ഇവളെ ബ്രൂട്ടീഷൻ ചെയ്യാൻ ഒരാളെ ഏൽപ്പിക്കണം. അത് മൂത്തവളുടെ കല്യാണത്തിന് അവളെ തന്നെ ചെയ്തോളാന്ന് പറഞ്ഞിട്ട് പൈസ ലാഭമായി. ഇതിപ്പോ അവക്ക് ചെറിയ കൊച്ചുള്ളതുകൊണ്ട് അവക്ക് ചെയ്തു തരാൻ പറ്റൂല. അപ്പൊ അതൊരാളെ ഏൽപ്പിക്കാം. അവളെ തിരുവനന്തപുരത്തുള്ള ഒരു ബ്രൂട്ടീഷ്യന്റെ കാര്യം പറയുന്നുണ്ട്. എന്നാ പിന്നെ അത് ഏൽപ്പിച്ചാലാ? അവരുടെ വർക്കൊക്കെ നല്ലതാണ് അച്ഛാ. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ട് അവരെ കോണ്ടാക്ട് ചെയ്തായിരുന്നു. എൻ്റെ നമ്പറൊക്കെ തന്നിട്ടുണ്ട്. നമുക്ക് അവരെ ബുക്ക് ചെയ്യാം അല്ലേ? അതൊന്നും വേണ്ട. തിരുവനന്തപുരത്ത് നിന്ന് ഒരാൾ വന്നിട്ട് മുഖം മിനുക്കണ്. അത് നമ്മുടെ കുടുംബത്തിന് ചേർന്നല്ല. അത് വേണ്ട. ഒരു പണി ചെയ്യാ, എൽസമ്മനെ ഏൽപ്പിക്കാം. എന്റെ കല്യാണത്തിന് വിളിച്ചില്ലെന്നും പറഞ്ഞിട്ടേ അവളന്ന് വലിയ പ്രശ്നം ഉണ്ടാക്കിയതാണ്. അവളെ വിളിക്കാം. അവളാവുമ്പോ നല്ല ഭംഗിയാക്കി തരും. പിന്നെ ആ പിണക്കം അങ്ങോട്ട് മാറിക്കോട്ടെ. കഴിഞ്ഞ ദിവസം ടൗണിൽ വെച്ച് കണ്ടപ്പോ എന്നോട് പറഞ്ഞു മൂത്തവളുടെ നന്ദി. അവന് മൂത്തവളുടെ ഈ ബ്രൂട്ടീഷനൊന്നും ഉണ്ടായിരുന്നില്ല, വെറുതെ ഒന്ന് മുഖത്ത് എന്തൊക്കെയൊക്കെ വാരത്തി വെച്ച് അങ്ങനെ കല്യാണത്തിന് ഇറക്കി, അത്രേ ഉള്ളൂ. രണ്ടാമത്തവളുടെ ഞാൻ വിളിക്കാന്ന് പറഞ്ഞിരുന്നു. അപ്പൊ അവൾ എന്തായാലും സന്തോഷാവും. അപ്പൊ അവളെ വിളിച്ചാ മതി. അയ്യേ, അച്ഛൻ ആരുടെ കാര്യം നീ പറയണത്? എൻ്റെ കല്യാണത്തിന് ചെയ്യിപ്പിക്കാം വെച്ചവരാ. പക്ഷെ അന്ന് നടന്നില്ല. അന്ന് തന്നെ അവർക്ക് പ്രായമുണ്ട്. ഇപ്പൊ ചിലപ്പോ വടിയും കുത്തിപ്പിടിച്ചായിരിക്കും നടക്കണത്. അപ്പൊ അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചാ ശരിയാവോ ചേട്ടാ? ശരിയാവുന്നത് മതിന്നേ. അവളാവുമ്പോ ഒരു 1500 രൂപ അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ രാവിലത്തെ വൈകുന്നേരത്തെ അങ്ങോട്ട് ചെയ്തു തരും. വെറുതെ എന്തിനാണ് ഇതിനൊക്കെ അനാവശ്യ ചെലവ്? എന്തിനാണ്? അവളുടെ നമ്പർ എന്റെ കയ്യിലുണ്ട്. എന്റെ ഒക്കെ ഫോണില് വെച്ചിട്ടുണ്ട്. ഉണ്ട്. ഞാൻ അവളെ വിളിച്ച് ഏൽപ്പിച്ചോളാം എല്ലാം. 1980 ഞങ്ങളുടെ കല്യാണം നടക്കുന്ന സമയത്തെ അവള് തിരക്ക് പിടിച്ച ബ്രൂട്ടീഷനായിരുന്നു.
ഞാൻ പറഞ്ഞു അച്ഛാ എന്റെ പെണ്ണിന്റെ മുഖത്തൊരു ബ്രൂട്ടീഷൻ എന്നെ അവിടെ ഓടിച്ചു എന്തോ ബ്രൂട്ടി എന്ന് പറഞ്ഞ എന്നെ അച്ഛനും അമ്മയും കൊണ്ടുപോകാൻ ചീത്ത പറഞ്ഞോണ്ട് ഞാൻ പിന്നെ അത് വേണ്ടെന്ന് വെച്ച് അന്നാ ബ്രൂട്ടീഷനും കൂടി ഇവളുടെ മുഖത്തന്ന് ചെയ്തിരുന്നെങ്കിലേ ഞങ്ങളുടെ കല്യാണം ക്ലാസ് ആയി പോയേനെ. എന്നാ മോളെ നമുക്ക് എൽസമ്മനെ തന്നെ ഏൽപ്പിക്കുക. കഴിഞ്ഞ ദിവസം ഞാൻ കുടുംബശ്രീക്ക് പോണ വഴിക്ക് രാധാമണ്ണെ കണ്ട്. അപ്പൊ അവള് പറഞ്ഞ എൽസമ്മ കണ്ണിന്റെ ഓപ്പറേഷൻ തിമിരത്തിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കണെന്നേ. ഇപ്പൊ ശരിയായിട്ടുണ്ടാവും 10-20 ദിവസമായില്ലേ. കുഴപ്പമില്ല കുഴപ്പമില്ല മോളെ, നന്നായിട്ട് ചെയ്യും. പിന്നെ എന്തെങ്കിലുമൊക്കെ തട്ടിമുട്ടി എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുത്താൽ പോരെ നമ്മളൊക്കെ കൂടി. ഞാൻ തന്നെ മേക്കപ്പ് ചെയ്തോളാം അച്ഛാ, അത് മതി. എന്നാ പിന്നെ പൈസ ലാഭമായല്ലോ. അപ്പൊ കല്യാണത്തിന് നേരത്തെ വരുന്ന 100 പേർക്ക് നമുക്ക് കലക്ക് വെള്ളം കൊടുക്കാം ആ പൈസക്ക് അല്ലേ? എന്റെ കല്യാണം കോളായി അമ്മ, നീ വിഷമിക്കാതിരി. ചേട്ടാ കല്യാണം ജീവിതത്തിൽ ഒരു പ്രാവശ്യമല്ലേ ഉണ്ടാവുള്ളൂ. അത് പിള്ളേരുടെ ഇഷ്ടത്തിന് നടക്കട്ടെ ചേട്ടാ. പിള്ളേരുടെ ഇഷ്ടത്തിനൊക്കെ നടത്തണമെങ്കിലേ കയ്യില് ചിക്കിളി വേണം, ചിക്കിളി. ഇത് ഇപ്പൊ ഈ വീട് പണിതപ്പോ തന്നെ അത് ചിലവായി പോയി. പിള്ളേരുടെ കല്യാണം കഴിയുമ്പോ നമ്മൾ രണ്ടൊരു മാത്രമല്ലേ ഉണ്ടാവുള്ളൂ. അപ്പൊ മുകളിലത്തെ നില വാടക കൊടുക്കാല്ലാന്ന് വിചാരിച്ചിരിക്കുന്നു ഞാൻ. പിന്നെ എന്റെ 2 പിള്ളേരും എന്റെ ഒരു മുഖച്ചായ ആയതുകൊണ്ട് തന്നെ ഒരു സൗന്ദര്യമൊക്കെ ഉള്ളതായതുകൊണ്ടേ ബ്രൂട്ടീഷൻ ഇല്ലെങ്കിലും കാണാൻ ഭംഗിയാണ്. ഞാനേ മൂത്തവളോട് പറയാം, അവളുടെ കല്യാണത്തിന് അന്ന് മേടിച്ച സാധനങ്ങളൊക്കെ അവളുടെ കയ്യിൽ ഇപ്പോഴും ഉണ്ടാവും. അവളെ എന്നെ പോലെയാണ് സൂക്ഷിച്ച് ഉപയോഗിക്കണവളാ. അപ്പൊ അതും വെച്ച് ഒന്നൊന്നും മുഖമൊന്നും എനിക്ക് എടുത്താ പോരെ. സെറ്റാക്കാം മതി. മണ്ടി സുന്ദരി എന്ന് പറഞ്ഞപ്പോ അവള് വീണ്. പിന്നെ ഫോട്ടോ എടുക്കാൻ കുമാരപ്പിള്ളനെ തന്നെ ഏൽപ്പിക്കാം. അയാളാവുമ്പോ ആവശ്യത്തിനുള്ള ഫോട്ടോ ഒക്കെ ചട്ടപ്പെട്ടേന്ന് എടുത്തോളൂ. അതിന് അയാള് 2 ആഴ്ച മുന്നേ മരിച്ചു പോയതല്ലേ, അച്ഛൻ പറഞ്ഞല്ലെന്ന്. ആണോ? അച്ഛൻ അന്ന് ടൗണിൽ പോയി വന്നപ്പോ എന്നോടാ പറഞ്ഞത് അയാള് മരിച്ച കാര്യം. ശരിയാണല്ലോ, ഞാൻ ആ കാര്യം മറന്നുപോയിട്ടാ. എന്നാ ചേട്ടാ നമുക്ക് ബിബീഷിനെ ഏൽപ്പിച്ചാലാ. അവനിപ്പോ അത്യാവശ്യം വർക്കൊക്കെ ഉണ്ട്, നന്നായിട്ട് ചെയ്യൂന്ന് കേട്ടിട്ടുണ്ട്. സേവ് ദ ഫോട്ടോ ഒക്കെ ഇങ്ങനെ ഓരോരുത്തരുടെ ഇടണാണ് വാട്സാപ്പിൽ സ്റ്റാറ്റസ്. അപ്പൊ അവനെ ഏൽപ്പിക്കല്ലേ, അവൻ നന്നായിട്ട് ഫോട്ടോ എടുത്തോളും. ബിബീഷ് കുഴപ്പമില്ല അച്ഛാ, ബിബീഷ് മതി. വേണ്ട വേണ്ട, അവനൊന്നും ശരിയാവൂല. ഒരു പണിയാ 10 ഫോട്ടോ എടുത്താ പോലെ വാസുക്കുട്ടനെ ഏൽപ്പിക്കാം. അവനാവുമ്പോ കുഴപ്പമില്ല. ഇപ്പൊ പെണ്ണ് മണ്ഡപത്തിലോട്ട് കയറണത്, താലി കെട്ടണത്, 2 പേരും കൂടി ഉള്ളൊരു സ്റ്റില്ല്, പിന്നെ നമ്മുടെ ഫാമിലി ആയിട്ടൊരു ഫോട്ടോ, പിന്നെ വന്നിരിക്കണവരുടെ 2 ഫോട്ടോ, ഭക്ഷണം കഴിക്കണതിന്റെ ഒരു ഫോട്ടോയും, പിന്നെ ഇറങ്ങണതും നമ്മള് ടാറ്റ കൊടുക്കണതും അവള് കരയണതും. 10 ഫോട്ടോ എടുക്കാനുള്ളൂ. അത് വാസുക്കുട്ടനെ ഏൽപ്പിക്കാം, എടുക്കാനാണ് അവൻ. എന്നാ പിന്നെ ബാക്കിയുള്ള ഫോട്ടോ മൊബൈലിൽ എടുക്കാം, അത് മതിയല്ല? അത് ശരിയാണല്ലോ, മൊബൈലിൽ എടുത്താൽ മതിയല്ല. എന്നാ പിന്നെ വാസുക്കുട്ടനെ അങ്ങോട്ട് വെട്ടിയേക്കാം. നിന്റെ ഇളയ ആങ്ങളയുടെ ഒരു മോനുണ്ടല്ല, ആ മൊബൈൽ എപ്പോഴും പിടിച്ചുകൊണ്ട് നടക്കണവൻ. അവനറിയാൻ പറ്റും ഫോട്ടോ എടുക്കാൻ. അപ്പൊ അവനെ കൊണ്ട് എടുപ്പിച്ചാൽ മതി. എന്നിട്ട് കല്യാണത്തിന് ശേഷം പ്രിന്റ് എടുത്താ പോരെ. പ്രിന്റ് എടുക്കണേന് ഒരു 5-10 ആവുള്ളൂ ഒരു ഫോട്ടോയ്ക്ക്. ഒരു 3-4 പ്രിന്റ് അങ്ങ് എടുത്തേക്കാം. അത് മതി, അത് മതി. വാസുക്കുട്ടനെ വെട്ടാം. എനിക്ക് കല്യാണം വേണ്ടമ്മേ. എന്റെ പൊന്നു മോളെ പതുക്കെ പറ. കല്യാണം വേണ്ടെന്ന് പറഞ്ഞാൽ പുള്ളി അപ്പൊ തന്നെ കല്യാണം വേണ്ടെന്ന് നോക്കും. അപ്പൊ അതോടുകൂടി ജീവിതാവസാനം വരെ നീ ഇവിടെ നിൽക്കേണ്ടി വരും. അതും പുള്ളിക്ക് ബോണസാണേ. പിന്നെ ഇനിയിപ്പോ കല്യാണം കഴിഞ്ഞ് ഫോട്ടോ എടുക്കല് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് ഇനിയിപ്പോ പെണ്ണുകൊണ്ടിരാൻ പോക്കുണ്ട്. ഒരു 5 ആൾക്കാർ പോവാ. നമുക്ക് ആ സതീശന്റെ ഓട്ടോ വിളിക്കാം. അതാവുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ഇരിക്കല്ല. അച്ഛനമ്മ പറഞ്ഞ പോലെ ചാക്കോ മാഷല്ല, ചാക്കോ മാഷിന്റെ അച്ഛനാണെന്ന് തോന്നുന്നു. എവിടെ നിന്ന് കിട്ടിയമ്മേ ഈ സാധനത്തിന്? ഇനി അതൊക്കെ പറഞ്ഞിട്ട് എന്ത് കാര്യം? അച്ഛാ ഞാൻ എന്താണ് ഈ കേക്കണത്? എത്തി അടുത്തത്. നീ എന്താ കേക്കണേന്ന് ഞാനെങ്ങനെ അറിയാനാടി? അച്ഛൻ ഇവളുടെ കല്യാണം ഓഡിറ്റോറിയത്തിൽ വെച്ചാ നടത്തണേ? അല്ലല്ലോ, വീട്ടിൽ വെച്ച് നടത്താനാ തീരുമാനിച്ചിരിക്കണത്. എന്നിട്ട് ഞാൻ അറിഞ്ഞത് അങ്ങനെയല്ലല്ലോ. അല്ല, ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് കല്യാണം നടത്തണേന്ന് നിന്നോട് ആര് പറഞ്ഞു? അത് ഇന്നലെ ഇവളെ എന്നെ രാത്രി ഫോൺ വിളിച്ചിരുന്നു, അന്നേരം പറഞ്ഞു. അത് അവളുടെ കാര്യമല്ല, അതേതോ അവളുടെ ഒരു കൂട്ടുകാരത്തിന്റെ കാര്യം പറഞ്ഞാണ്. അപ്പൊ ബ്രൂട്ടീഷനെ തിരുവനന്തപുരത്തുനിന്ന് കൊണ്ടുവന്നെ ആര്യോ? അങ്ങനെ ഒരു കാര്യമേ ഞങ്ങൾ ആലോചിച്ചിട്ടില്ലല്ലോ.
അപ്പൊ കല്യാണത്തിന് കാറ്ററിംഗാരാ ഭക്ഷണം ഏൽപ്പിക്കണതാ? കാട്ടറിങ്ങോ? അതൊന്നും നമ്മുടെ കുടുംബത്തിന്റെ പാരമ്പര്യത്തിന് ചേർന്നല്ല മോളെ, നിനക്ക് അറിഞ്ഞൂടെ അത്? ഇതെല്ലാം വിളിച്ചേ ഇവള് പറഞ്ഞപ്പോ തന്നെ എന്റെ കെട്ടിയോൻ പറഞ്ഞു അതൊന്നും നിന്റെ അച്ഛൻ സമ്മതിക്കാൻ സാധ്യത ഇല്ലെന്ന്. എന്നാൽ എന്റെ ഒരു സമ്മാനത്തിന് ഞാൻ ഇങ്ങോട്ട് പോന്നാണ്. നിന്റെ കല്യാണം എങ്ങനെയാണോ നടത്തിയത് അതുപോലെ ഇവളുടെ നടത്തണം എന്നാണ് എന്റെ ആഗ്രഹം. അന്ന് നിനക്ക് തന്ന പോലെ 4 പവൻ ഞാൻ ഇവക്കും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അയ്യോ 4 പവനാ? 4 പവൻ സ്വർണത്തിന് ഇത്രയും വില കൂടുമെന്ന് ഞാൻ വിചാരിച്ചില്ലെങ്കിൽ കുറച്ചും കൂടി മേടിച്ചു വെച്ചേനെ. അന്ന് പിന്നെ 4 പവൻ മേടിച്ച് അങ്ങോട്ട് വെച്ച് മക്കളുടെ കല്യാണം വരുമ്പോ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിട്ട് അന്ന് മേടിച്ച നന്നായിട്ട്, അല്ലെങ്കിൽ ഗോൾഡ് ഇട്ട് ഇറങ്ങേണ്ട വന്നേനെ നിനക്ക്. എന്തിനാ മോളെ ആവശ്യമില്ലാത്ത കാര്യമൊക്കെ പറഞ്ഞ് ചേച്ചിനെ ടെൻഷൻ എടുപ്പിച്ച് ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്? ഇവിടെ വരാൻ പറ്റോ? 12 രൂപ 50 പൈസ കൊടുക്കണ്ടേ? എന്റെ പൊന്നച്ച, ഇതുപോലെ ദാരിദ്ര്യം പിടിച്ച കല്യാണം വേറെ എവിടെ ഉണ്ടാവൂല. എന്റെ ആഗ്രഹം പോലെ ഒന്നും നടന്നില്ലെങ്കിൽ എനിക്ക് കല്യാണം വേണ്ട, ഞാൻ ഇവിടെ നിന്നോളാം. എനിക്ക് ഈ കല്യാണത്തിന് താല്പര്യമില്ല. എടി മോളെ, ഇപ്പൊ എന്റെ കല്യാണം എങ്ങനെയാ അച്ഛൻ നടത്തി അതുപോലെ തന്നെ നിന്റെ കല്യാണം നടത്തും. അതിപ്പോ എത്ര കൊല്ലം കഴിഞ്ഞാലും. പിന്നെ നിനക്കാണെങ്കിൽ പറയാൻ ഇത്രമാത്രം വലിയ വീടൊക്കെ ആയില്ലേ. എന്റെ ഒക്കെ ഓടുംപേരിൽ വെച്ചായിരുന്നു കല്യാണം. ചേച്ചിയുടെ കല്യാണം നടന്ന പോലത്തെ സാഹചര്യം ഒന്നല്ല ഇപ്പ. എല്ലാം മാറിപ്പോയി. എന്റെ കൂട്ടുകാരൊക്കെ വരുമ്പോ എനിക്ക് നാണക്കേടാണ്. എനിക്ക് കല്യാണം വേണ്ട അച്ഛനൊന്ന് കല്യാണം കഴിപ്പിക്കേണ്ട ഇവിടെ നിർത്തിക്കോ. എന്റെ മോളെ ഇങ്ങനെ നെകളിക്കല്ലേ നീ. ഉള്ളത് കൊണ്ട് ഓണം പോലെ അച്ഛനെല്ലാം നടത്തി തരൂന്നേ. അച്ഛൻ അങ്ങോട്ട് കേട്ടാ മതി, അതുപോലെ നടത്തിയാ മതി അച്ഛാ. എനിക്ക് വയ്യ ഈ കാര്യത്തിൽ മാത്രം അച്ഛനനുസരിക്കാനായിട്ട്. ഇങ്ങനെ പിശിക്കേട്ട് എവിടേക്ക് കൊണ്ടുപോകാനാണ്? അമ്മ എന്താണ് ഇവിളി പറയണതൊക്കെ കേട്ടിട്ട് മിണ്ടാതിരിക്കണത്? മേക്കാ പോലൂ. ഞാൻ എന്തുട്ട് വഴക്കിനത് പറയാനാണെന്ന്. മോളെ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് എല്ലാം ഇനി ഇപ്പൊ നിന്റെ ആഗ്രഹം പോലെ അങ്ങ് നടക്കട്ടെ. അപ്പൊ പിന്നെ ഇതൊന്നും വേണ്ടല്ലോ. ഇവളുടെ ആഗ്രഹം എന്താണെന്ന് വെച്ചാ അതുപോലെ ചെയ്യാം. അച്ഛന്റെ കയ്യിൽ ഇപ്പൊ പൈസയൊന്നുമില്ല. പക്ഷെ ഇപ്പൊ ഒരു പണി ചെയ്യാം, ഈ വീട് വിൽക്കാം. കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാ പിന്നെ അച്ഛനും അമ്മയും കൂടി വല്ല വൃദ്ധസ്ഥാനത്തിലാവല്ലോ പോയി നിൽക്കുന്നാ മതിയല്ല. ഇനിയിപ്പോ എന്തിനാ വെക്കാം? കൈമൾ മാഷിന്റെ മോൻ എല്ലാം പഠിച്ച്, പക്ഷെ പൈസ ഉണ്ടാക്കാനുള്ള വിദ്യ പഠിച്ചില്ല. ഉള്ള പൈസ കളയാണ്ട് സൂക്ഷിക്കാൻ പഠിച്ച്. അതിന് പിള്ളേരൊക്കെ എന്നെ പിശുക്കെന്ന് വിളിക്കാറായി. സന്തോഷമുണ്ട് മക്കളെ. അച്ഛാ നിനക്ക് മതിയായല്ല അപ്പൊ അച്ഛൻ ഇങ്ങനെ വിഷമിപ്പിച്ചപ്പ. എടി അച്ഛൻ്റെ അടുത്ത് പൈസ ഉണ്ടാവൂലേ, ചിലപ്പോ അതുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ പിശുക്കി നടത്തണത്. എന്റെ കല്യാണം കഴിഞ്ഞിട്ട് 3 കൊല്ലം കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ. അപ്പേക്ക് നിന്റെ കല്യാണം ഇല്ലേ? എല്ലാം കൂടി അച്ഛൻ ഒറ്റക്ക് ചുമക്കണ്ടേ, പാവം. സോറി ചേച്ചി, ഞാൻ പെട്ടെന്ന് വിഷമം വന്നപ്പോ പറഞ്ഞു പോയതാ. മോളെ നീ സോറി ചോദിക്കേണ്ടത് എന്നോടല്ല അച്ഛനോടാണ്. ബാ. എന്റെ പൊന്നോ, ഇതുപോലെ 2 പൊട്ടികളുള്ള തമ്പുരാനെ എനിക്ക് നീ തന്നത്. ഇത്രയും കാലമായിട്ട് സ്വന്തം അച്ഛന്റെ അഭിനയം മനസ്സിലാക്കാത്തവരാണ് ഇവര്. അച്ചാച്ചന്റെ പേര് കൈമൾ മാഷ് എന്ന് പറഞ്ഞപ്പോ അതും വിശ്വസിച്ച് പുറകെ പോയേക്കാണ്. ഇയാള് വെറും ക്രിമിനൽ അല്ല, ദൃശ്യത്തിലെ ജോർജ് കുട്ടിയേക്കാ വലിയ ക്രിമിനലാണ്. ഹലോ, നാം ജീവിച്ചിരിക്കുമ്പോൾ എങ്ങനെയാണോ നമ്മുടെ കുടുംബം നല്ല രീതിക്ക് ജീവിക്കുന്നത്, അതുപോലെ നാം ഇല്ലാതെ ആയി കഴിഞ്ഞാലും അവർക്ക് അതുപോലെ തന്നെ ജീവിക്കണമെങ്കിൽ നല്ലൊരു തുക അവർക്ക് ആവശ്യമാണ്. ഇനിയുള്ള കാലത്തെ ചെലവുകൾ നോക്കുകയാണെങ്കിൽ അത് ലക്ഷങ്ങളിലൊന്നും ആയിരിക്കില്ല, കോടികളിലായിരിക്കും ചെലവുകൾ വരുന്നത്. അതുകൊണ്ട് തന്നെ അത്രയും വലിയ കവറേജ് കിട്ടുന്ന ടേം ഇൻഷുറൻസ് എടുത്തു വെക്കുന്നതാണ് നല്ലത്. ഇന്ത്യയിലെ പ്രമുഖ കമ്പനികളിൽ നിന്നും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ടേം ഇൻഷുറൻസ് എടുക്കാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും കൊടുത്തിട്ടോ. അപ്പൊ എല്ലാവരും ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കാം. താങ്ക്